സംസ്ഥാനത്ത് ഭരണമാറ്റം വേണം എന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ കൂർലോസ്. സംസ്ഥാനത്ത് BJP CPM ഡീലുണ്ട് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ തെറ്റു പറയാൻ കഴിയില്ല. ഇടതുപക്ഷം തകർന്നു പോകാതിരിക്കാൻ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് മോർ കൂർലോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം. ഇന്ന് ഇപ്പോൾ ഇലക്ഷൻ ബസ്സിൽ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയാണ്. നമസ്കാരം. നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. 10 വർഷം ഭരിച്ചൊരു സർക്കാർ വീണ്ടും ജനവിധി തേടുന്നു, മൂന്നാം ഭരണം കാക്ഷിക്കുന്നു. അതേസമയം മാറ്റം എന്ന ആവശ്യം പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉന്നയിക്കുന്നു. എങ്ങനെയാണ് തിരുമേനി ഈ വിശേഷത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാണുന്നത്? ഇടതുപക്ഷം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് തകർന്നു പോരെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബംഗാളിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് തുടരാൻ നല്ലതെന്നാണ് വ്യക്തിപരമായ എൻ്റെ ചിന്ത. ഈ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നതും എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറാകുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്യുകയാണ് പതിവ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് ഞങ്ങളാണ് ഇടതുപക്ഷം എന്നുള്ളതാണ്. BJP വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു ഇടതുപക്ഷമായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനുള്ള ശേഷി കോൺഗ്രസ്സിനില്ല. VD സതീശന് ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് കാണാം. CPM-ഉം BJP-യും തമ്മിൽ ഒരു ഡീലുണ്ട് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണവും അതിന് KC വേണുഗോപാലൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന് വന്ന ഞാൻ ഈ പറഞ്ഞ ആദർശപരമായ പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചയിൽ അങ്ങനെയും ആളുകൾക്ക് സംശയം തോന്നിയാൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനായിട്ട് പോയത് ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഭരണ തുടർച്ചയുണ്ടായാലുള്ള ഒരു അപകടം കോൺഗ്രസ് ഇല്ലാതാവും. കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചാൽ, തീർത്തും ഇല്ലാതെയായാൽ പിന്നെ ഇവിടെ പ്രതിപക്ഷമാകാൻ പോകുന്നത് BJP-യാണ്. അല്ല, അത് പിന്നെ ഒരു സാഹചര്യം ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഭരണ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ CPM-ന് അധികാരം നഷ്ടപ്പെട്ടു എന്ന് കരുതുക, CPM-ഉം തകരാമല്ലോ. CPM ഒരു കേഡർ പാർട്ടിയാണ്, CPI-യും കേഡർ പാർട്ടിയാണ്. കുറച്ച് കൊഴിഞ്ഞു പോക്കൊക്കെ ഉണ്ടാകാമെങ്കിലും അത് തകർന്നു പോകില്ല. അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതല്ല സ്ഥിതി. അവർ 10 വർഷം അധികാരത്തിന് പുറത്താണ്, അധികാരമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. ഘടകകക്ഷികളും ഒക്കെ അങ്ങനെയാണ്. അതൊരു വലിയ അപകടത്തിലേക്ക് കേരളത്തെ നയിക്കും. അല്ലാതെ പാർട്ടി രാഷ്ട്രീയം എനിക്കില്ല. ഒരു പാർട്ടിയിൽ ഞാൻ അംഗത്വം എടുക്കത്തുമില്ല, ഒരു പാർട്ടിയുമായിട്ട് എനിക്ക് ബന്ധവുമില്ല അങ്ങനെ. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞതും പ്രവർത്തിച്ചതിനും ഒക്കെ ഒരു പൊളിറ്റിക്കൽ മാനമുണ്ടെന്നും ആ രാഷ്ട്രീയം പാവപ്പെട്ടവരോടൊന്നിച്ച് നിൽക്കാനും അവരുടെ വിമോചനം ലക്ഷ്യമാക്കുന്നതുമായ വിശാലമായ അർത്ഥത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ് യേശുക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സവിസ്തരം തന്നെ സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ. താങ്ക് യു അഭിലാഷ്. താങ്ക് യു ശ്രീജ.